ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇഫ്താർ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന്. ഇന്നേക്ക് നമ്മളെ നോമ്പ് തുടങ്ങിയിട്ട് 7 ദിവസമായി. അപ്പോൾ ഇത്രയും ദിവസം ഓരോരോ തിരക്കുകളായാലും നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഇഫ്താറിന് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം കിച്ചണിലോട്ട് പോയാലോ. ഇന്ന് നമുക്ക് നോമ്പ് തുറയായിട്ട് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും, പിന്നെ സ്നാക്സ് ആയിട്ട് നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം, പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം, നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. നാരങ്ങ വെള്ളം എനിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം എപ്പോൾ നോമ്പ് തുറക്കണം എനിക്ക് നാരങ്ങ വെള്ളം, ജ്യൂസ് ഇല്ലേലും ഫ്രൂട്ട്സ് ഇല്ലേലും പ്രശ്നം, പക്ഷെ നാരങ്ങ വെള്ളം എനിക്ക് എന്തായാലും വേണം. പിന്നെ ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അല്ലേ. അപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞില്ലേ. പിന്നെ ചിക്കൻ കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ കട്ട്ലേറ്റിനുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അത് ഫില്ലിങ്സ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറിനുള്ള കുറച്ച് ഐറ്റംസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. അപ്പം ഇവിടെ ഇപ്പോൾ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി ആയതുകൊണ്ട് ഒരു ഉള്ളി എടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ട് നമുക്ക് ഈ ഉള്ളിനെ കട്ട് ചെയ്തെടുക്കാം. എത്ര നേരത്തെ നമ്മുടെ പണികൾ തുടങ്ങിയാലും ആ നോമ്പ് തുറക്കാനാവുമ്പോൾ നമുക്കൊരു വെപ്രാളായിരിക്കും അല്ലേ. എത്ര നേരത്തെ പണി തുടങ്ങിയാലും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്, വിസിലടിക്കുകയല്ല കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ ചൂടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നെയ്യും ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ കുക്കറിൽ ചെയ്യുന്നത്. നെയ്യ് ഞാൻ ഫ്രിഡ്ജിലായിരുന്നു ഇപ്പൊ വെച്ചത്, അതുകൊണ്ട് ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്നും ചൂടായതിനു ശേഷം നമ്മുടെ ഹോൾ സ്പൈസസ് ഇല്ലേ, അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായിട്ട് നമുക്ക് ഇനി ഈ ഹോൾ സ്പൈസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ഈ കാഷ്യൂം കിസ്മിസ് ഒക്കെ അല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. എനിക്ക് കാഷ്യൂം കിസ്മിസും ബിരിയാണിയിൽ നെയ്ച്ചോറിൽ അടിക്കണത് ഇഷ്ടമല്ല കേട്ടോ. അതിൽ ഈ സ്പൈസസ് ഇഷ്ടമല്ല, പക്ഷെ ഇതൊരു മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ കാജും കിസ്മിസിന്റെ സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ചൂടായിട്ടുണ്ട്. ഇത് നമ്മളിവിടെ മുറിച്ച് വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ടു. ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു പച്ചമുളകും, പിന്നെ അതുപോലെ മല്ലിയില അവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമുളകൊക്കെ പോകുന്നത് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിതില് നമ്മള് ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇടയിൽ കൂടെ നെയ്യ് തിന്നാൻ വന്നിട്ടാണ് ഇവരെ പിടിച്ചിട്ടാണ് ഞാൻ നെയ്യ് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നത്. ഇവിടെ എവിടെയും വെച്ച് എവിടെയെങ്കിലൊക്കെ തപ്പി പിടിച്ചു കൊടുക്കണം. നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ റൈസ് ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാതെ ഞാൻ ഒരു നാരങ്ങ പകുതി നാരങ്ങയുടെ നീര് ഇവിടെ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ നെയ്ച്ചോറ് നല്ല വൈറ്റ് കളർ വരാൻ വേണ്ടി കുറച്ച് പാലും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചു കൊടുക്കാൻ നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ സോക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞതാണ് കേട്ടോ.
ഇപ്പൊ നമുക്ക് കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിന്റെ പണി കഴിഞ്ഞു. പിന്നെ അത് അങ്ങനെ ഇരുന്ന് അതിന്റെ വെള്ളമൊക്കെ പോയിട്ട് അത് വെന്ത് സെറ്റ് ആയിക്കോളും. അപ്പം നെയ്ച്ചോറ് അവിടെ നമ്മൾ തിളച്ചപ്പോൾ അതിനെ സിമ്മാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പൊ കട്ട്ലേറ്റിന്റെ ഫില്ലിങ്സ് ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഹലോ ഹലോ ഹലോ, ഇങ്ങോട്ട് വരൂ. ഹലോ എന്താ വയനാട്ടിലേക്കുന്നത്? അയ്യേ കുട്ടിയേട് എന്താ ഉണ്ടാക്കുന്നത്? നമ്മള് നമുക്ക് ഈ കട്ട്ലേറ്റിനെ മുട്ടയിൽ മുക്കി അതുപോലെ ആ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്ച്ചോറ് റെഡിയായപ്പോൾ ഞാനെടുത്ത് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിനി കട്ട്ലേറ്റ് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിലിട്ട് പൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ജ്യൂസിന്റെ പരിപാടിയും കൂടി ഉണ്ട്. സമയം ഇങ്ങനെ പോകുന്തോറും വെപ്രാളം കൂടണം കേട്ടോ. വേഗം നോമ്പ് തുറക്കാനുള്ള ആ ഒരു ടെൻഷൻ ആവുകയെ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. കിച്ചണിൽ നിൽക്കാനാവൂല കേട്ടോ, ചൂടുകൊണ്ട്. ഭയങ്കര ചൂടാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു പാലക്കാടായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാകുന്നത്. അങ്ങനെ തന്നെയാണ്, പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കട്ട്ലേറ്റ് ഇട്ടിട്ട് നമ്മുടെ കട്ട്ലേറ്റ് കൂടെ റെഡിയായി നല്ല മുരിഞ്ഞ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോന്നിങ്ങനെ ഇപ്പം നമുക്ക് ഹോട്ട് കേസിലോട്ട് മാറ്റാം. എന്നിട്ട് പിന്നെ നമുക്ക് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് ഇല്ലേ ചൂടാക്കില്ലേ. നമുക്ക് ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കട്ടെ. പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചു. ലൈറ്റ് മധുരം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ച് കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ വെള്ളം ഇല്ലാണ്ട് ഒരു നോമ്പ് പറയില്ല. കാരണം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നോമ്പ് എടുക്കുമല്ലോ, ആ സമയത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ കുറച്ച് പേര് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഐസ് കട്ട കിട്ടും. അപ്പം നമ്മൾ ആദ്യം 50 പൈസയായിരുന്നു, പിന്നെ പിറ്റത്തെ വർഷത്ത് 1 രൂപയായി, പിന്നെ 1.5 രൂപയായി. അങ്ങനെ ഓരോ വർഷം ഒരു 50 പൈസ വീതം കൂട്ടിയിട്ട് നമുക്ക് ഐസ് കട്ട വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരവിടെ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരവിടെ ഗ്ലാസ്സിൽ വെച്ചേക്കുന്ന ഐസ് കട്ട എടുത്ത് വെള്ളത്തിലിടും. അപ്പോൾ ആ ഐസ് കട്ട ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഭയങ്കര കൗതുകമായിരുന്നു. ആ ഐസ് കട്ട കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളം കലക്കും. അതൊന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം ഉണ്ടാക്കണ ഒരു നാരങ്ങവെള്ളത്തിന് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് നാരങ്ങവെള്ളം ഉണ്ടെങ്കിലാണ് സമാധാനമാവുന്നത്. നമുക്ക് നാരങ്ങവെള്ളം ഇന്ന് നമുക്ക് ലൈം ഉണ്ടാക്കാം കേട്ടോ.
നാരങ്ങയും പിന്നെ അതിൽ കുറച്ച് ഇഞ്ചിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മിക്സിയിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ലൈൻ ഉണ്ടാക്കാം. നമുക്ക് ഇതിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ വെള്ളവും സ്നാക്സ് ഒക്കെ എടുത്തിട്ട് ടേബിളുമേ ആയിട്ടേക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാം. അപ്പോൾ എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെപ്രാളം എത്ര നേരത്തെ പണി തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ടൈം ആകുമ്പോൾ ആ ഒരു ടെൻഷനും വെപ്രാളും എല്ലാം പാടെയായിരുന്നു. എല്ലാം റെഡിയാവുമോ അങ്ങനെ ആകെപ്പാടൊരു ടെൻഷനായിരുന്നു. പിന്നെ എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്നാക്സ് മാത്രമേ ടേബിളുമേ വെച്ചിട്ടുള്ളൂ. ഇനി ഈ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ളൂ. വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ്റെ ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കാം. ആദ്യം നമുക്ക് ഈത്തപ്പഴം കൊണ്ടുവന്നു. അപ്പോൾ നോമ്പ് തുറയൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചിട്ട് നിസ്കരിക്കാൻ പോവാണ്. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മുടെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.